അങ്ങേ മഹത്വപ്പെടുത്തുവാൻ നാഥനെ അവിടുന്ന് സഹായിക്കണമേ എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുമാറാകണമേ. അവിടുത്തെ മാറ്റമില്ലാത്ത ശബ്ദം കർത്താവിന് പ്രഭാതത്തിൽ ഞങ്ങളെ കേൾപ്പിക്കുമാറാകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. കേൾക്കുന്ന വചന ഹൃദയത്തെ സംഗ്രഹിച്ചുകൊണ്ട് അങ്ങയ്ക്ക് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. തിരുമേശയിൽ നിന്ന് ഭാഗവാക്കുകളാകുവാൻ ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അടിയങ്ങളെ ഓരോരുത്തരെയും താഴ്ത്തി സമർപ്പിക്കുകയാണ്. യാത്രയിലായിരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അവരുടെ യാത്രയിലും ദൈവിക സാന്നിധ്യം വരുന്നവരും കടന്നു വന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങ് മഹത്വപ്പെടുത്തുവാൻ കർത്താവിടെ യാക്കണമേ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും കടന്നു വരുവാൻ കഴിയാതെ ദൈവമേ സ്തോത്രമായിരിക്കുന്നുവെങ്കിൽ കർത്താവേ അവരുടെ വിഷയങ്ങളുടെ മധ്യ അവിടുന്ന് പ്രവർത്തിക്കണമേ എന്നും കൂടി പ്രാർത്ഥിക്കുക. നാഥ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ. സകല മാനവും മഹത്വവും പുകഴ്ചയും ഞങ്ങൾ അങ്ങേക്ക് മാത്രം തരുന്നു. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. സ്തോത്രം. നമുക്കെല്ലാവർക്കും ചേർന്നൊരു ഗാനം പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവൻ്റെ നാമം ഉയർത്തിയിടുക. നമുക്ക് കരങ്ങളെ അടിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവൻ്റെ നാമം ഉയർത്തിയിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്താലെങ്ങനെ നാം. പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്താലെങ്ങനെ നാം. പാലകനേശുവെ മറന്നിരിക്കും, തന്റെയൊന്നായി ഘോഷിച്ചിടാം. പാലകനേശുവെ മറന്നിരിക്കും, തന്റെയൊന്നായി ഘോഷിച്ചിടാം. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. ഈശാനമൂലം അടിച്ചുയർന്നു, പടകു തകർന്നെന്നു തോന്നിയപ്പോ. ഈശാനമൂലം അടിച്ചുയർന്നു, പടകു തകർന്നെന്നു തോന്നിയപ്പോ. നൊടിയിൽ ജയം തന്ന രക്ഷകന്റെ പാലനമോർത്തു നാം സ്തുതിച്ചിടുക. നൊടിയിൽ ജയം തന്ന രക്ഷകന്റെ പാലനമോർത്തു നാം സ്തുതിച്ചിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. ഇന്നെന്ന ഭാരത്താൽ ഞരങ്ങിയപ്പോ ഒന്നും ഭയപ്പെടേണ്ടെന്നൂര ചെയ്തില്ലേ. ഇന്നെന്ന ഭാരത്താൽ ഞരങ്ങിയപ്പോ ഒന്നും ഭയപ്പെടേണ്ടെന്നൂര ചെയ്തില്ലേ. ആകയാൽ ഭക്തരെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു നാം സ്തുതിച്ചിടുക. ആകയാൽ ഭക്തരെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു നാം സ്തുതിച്ചിടുക. അവയെ വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. അവയെ വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. കഷ്ടത്തിൻ കോട്ടയിൽ അകപ്പെട്ടപ്പോ അപ്പുറം കടന്നിടാൻ പാടുന്നില്ലാതെ. കഷ്ടത്തിൻ കോട്ടയിൽ അകപ്പെട്ടപ്പോ അപ്പുറം കടന്നിടാൻ പാടുന്നില്ലാതെ. അകത്തും പുറത്തുമായി പീഡനം വന്നപ്പോ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുക. ആമേൻ. അകത്തും പുറത്തും പീഡനം വന്നപ്പോ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുക. അവയെ വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ
ഉയർത്തിയിടുക, വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. ഭാരത്തീയപ്പോ ഒന്നും ഭയപ്പെടേണ്ട നൂറ ചെയ്തില്ലേ, ഇന്നെന്ന ഭാരത്തീയപ്പോ ഒന്നും ഭയപ്പെടേണ്ട നൂറ ചെയ്തില്ലേ. അകയാൽ ഭക്തനെ പോറ്റിയ നേരത്തെ ഓർത്തു നാം സ്തുതിച്ചിടുക. അകയാൽ ഭക്തനെ പോറ്റിയ നാഥന്റെ നേരത്തെ ഓർത്തു നാം സ്തുതിച്ചിടുക. അവനെ വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക, വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. കഷ്ടത്തിൻ കോട്ടയിലകപ്പെട്ടപ്പോ അക്കൂരം കടത്തിടാൻ പാഴുമില്ലാതെ, കഷ്ടത്തിൻ കോട്ടയിലകപ്പെട്ടപ്പോ അക്കൂരം കടത്തിടാൻ പാഴുമില്ലാതെ, അകത്തും പുറത്തും പീഡനം വന്നപ്പോ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുക. അകത്തും പുറത്തും പീഡനം വന്നപ്പോ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക, വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. പച്ചപ്പുൽമേടുകളിൽ Glory, glory, വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, glory, glory, നാമം ഉയർത്തിയിടുക, വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക, വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. Oh,
Glory to God. Glory to God. യേശുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. അവിടുത്തെ കൃപകളാൽ. Glory, hallelujah. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം. Glory, ആമേൻ, 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 ആമേൻ. Hallelujah. Glory to God. യേശുവിൻ നാമത്തിൽ. Hallelujah. നന്ദി കർത്താവേ. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം, 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 സ്തോത്രം. നമുക്ക് നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ വീണ്ടും അടച്ച് നമുക്ക് ഒരുമിച്ച് തുറന്നുള്ള ശുശ്രൂഷകളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യമുണ്ടല്ലോ. നാം ഒരുമിച്ച് വീണ്ടും ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ആത്മാവിൻ്റെ ശക്തിയോടെ, ആത്മാവിൻ്റെ നിറവോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കേണ്ടതിന്, ബലപ്പെടുത്തേണ്ടതിന് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. അവയെ നല്ല സങ്കീർത്തനങ്ങളെ നമുക്ക് നൽകേണ്ടതിന്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നല്ല ആത്മിക ദൂതുകളെ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകേണ്ടതിന്, മാനുഷിക ശബ്ദമല്ല, സ്വർഗത്തിലെ ദൈവം നമ്മോട് വ്യക്തമായി നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന, നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന കർത്താവ് നമുക്ക് വേണ്ടി, ആമേൻ, സ്തോത്രം, പ്രവർത്തിപ്പാൻ, നമ്മോട് സംസാരിപ്പാൻ ഇടയാകേണ്ടതിന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. തിരുമേശ നമ്മുടെ മധ്യമുണ്ടല്ലോ, അതിൽ നിന്ന് ഭാഗവാക്കുകളാകുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തണം. കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ നാം ഒരുമിച്ച് ഇന്ന് ദൈവസന്നിധിയിൽ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുമ്പോൾ ദൈവിക വിടുതലുകൾ അനുഭവിപ്പാൻ കർത്താവ് ഇടയാക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ. കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മെ, നമ്മുടെ ദൈവസഭയെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുത്തിരുന്നുള്ള ശുശ്രൂഷകളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരിൽ ഒരാൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുമല്ലോ. ഇത്രത്തോളം കർത്താവ് ഞങ്ങൾ പോറ്റിപ്പുലത്തിനായ സ്വന്തം കർത്താവെ, കഴിഞ്ഞ ഒരാഴ്ച കാലം ദൈവമേശ്വരൻ ഞങ്ങൾ കടന്നുവിട്ട് പോയി. കർത്താവിൻ്റെ സാന്നിധ്യം നിമിഷം ഞങ്ങളുടെ കൂടെ വരുന്നതിനായ സ്വതന്ത്രം കർത്താവ് നിമിഷം പോക്കുവരലെല്ലാം ദൈവത്തിൻ്റെ കൃപ കരുണ ദയ നിമിഷം ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞതിനായ സ്വതന്ത്രം പറഞ്ഞ കർത്താവ് നിമിഷം. ഇതിപ്പോൾ കാല നിമിഷം ഞങ്ങൾ ആരാധന മധ്യ നിമിഷം ഞങ്ങൾ കടന്നു വന്നെങ്കിൽ കർത്താവ് നിമിഷം കർത്താവിൻ്റെ സാന്നിധ്യം നിമിഷം ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ കർത്താവ് നിമിഷം. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിമിഷം ഞങ്ങൾ നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ കർത്താവ് നിമിഷം. ഞങ്ങളിവിടെ കടന്നു വന്ന നിമിഷം കർത്താവിനെ ആരാധിക്കാൻ നിമിഷം മഹത്വപ്പെടുത്താൻ കർത്താവ് നിമിഷം. തിരിച്ച് കടന്നു പോകുമ്പോൾ എൻ്റെ കർത്താവ് പൂർണ്ണതയോടെ നിമിഷം തിരിച്ച് കടന്നു പോകുന്ന കർത്താവ് ഞങ്ങൾ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് നിമിഷം. ഈ ആരാധനയിൽ കർത്താവിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു, ഏൽപ്പിക്കും കർത്താവ് നിമിഷം. നല്ല പാട്ടുകൾ നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നിമിഷം, നല്ല സംഗീതം നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് നിമിഷം. കർത്താവിൻ്റെ വചനം നിമിഷം ഞങ്ങൾ കേൾപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ കർത്താവ് നിമിഷം. നിമിഷേൻ്റെ കർത്താവ് നിമിഷം ഞങ്ങൾ സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ കർത്താവ് നിമിഷം. വചനത്താൽ നിമിഷം ഞങ്ങൾ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ കർത്താവ് നിമിഷം. നിമിഷം പങ്കുകൊള്ളാൻ നിമിഷം ഞങ്ങൾ ഓരോരുത്തരും കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഈ ആരാധനയിൽ കർത്താവിൻ്റെ സാന്നിധ്യം നിമിഷം കൊണ്ട് നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ കർത്താവ് നിമിഷം. കർത്താവിൻ്റെ സാന്നിധ്യം നിമിഷം തിരിച്ചറിയാൻ നിമിഷം ഞങ്ങൾ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ കർത്താവ്. കൃപയാൽ കർത്താവിൻ്റെ കൃപയാൽ നിമിഷം ഞങ്ങൾ ഓരോരുത്തരും നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് നിമിഷം കടന്നു വരുന്ന ഒരു നിമിഷം കർത്താവ് പല വിഷയങ്ങളായിട്ട് നിമിഷം കടന്നു വന്നിട്ടുണ്ട് കർത്താവ് നിമിഷം. ആ വിഷയങ്ങളെല്ലാം മറുപടിയായിട്ട് നിമിഷം തിരിച്ചുവിടുന്ന കടന്നു പോകുന്ന കർത്താവ് ഞങ്ങൾ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ കർത്താവ് നിമിഷം കടന്നു വരുന്ന നിമിഷം കർത്താവ് യാത്ര എല്ലാവരും കർത്താവിന് സാന്നിധ്യം ഉണ്ടാവുന്ന പ്രാർത്ഥിക്കുന്ന നിമിഷം കർത്താവിൻ്റെ മഹത്വത്താൽ നിമിഷം ഞങ്ങൾ നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ കർത്താവ് നിമിഷം. പ്രാർത്ഥന യാചന എൻ്റെ കർത്താവ് ശ്രദ്ധയോടെ കേട്ടനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് 92-ാം സങ്കീർത്തനം ബാക്കി പ്രതിവാക്യമായി പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താം. സാംസ് 92 സങ്കീർത്തനങ്ങൾ 92 അതിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങൾ ചേർത്ത് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താമല്ലോ. 92-ാം സങ്കീർത്തനം, സാംസ് നമ്പർ 92. എല്ലാ പ്രിയപ്പെട്ടവരും എടുത്തു എന്ന് കരുതുന്നു. 92-ാം സങ്കീർത്തനം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവേ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും പാത്രം കൊണ്ടും വീണ കൊണ്ടും ഗംഭീരമുള്ള കിന്നരം കൊണ്ടും രാവിലെ നിന്റെ ദയയെയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയെയും വർണ്ണിക്കുന്നതും നല്ലത്. നിന്റെ പ്രവൃത്തി കൊണ്ട് സന്തോഷിപ്പിക്കുന്നു. ഞാൻ നിന്റെ കരുടെ പ്രവൃത്തികളെ കുറിച്ച് ഉല്ലസിക്കുന്നു. യഹോവേ നിന്റെ പ്രവർത്തികൾ എത്ര വലിയവയാകുന്നു, നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ തന്നെ. മനുഷ്യൻ അതറിയുന്നില്ല, മൂഢനരെ ഗ്രഹിക്കുന്നതുമില്ല. ദുഷ്ടന്മാർ പുല്ലുപോലെ മുളയ്ക്കുന്നതും നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെയും തഴയ്ക്കുന്നതും എന്നേക്കും നശിച്ചു പോകേണ്ടതിനാകുന്നു. യഹോവേ ഇതാ നിന്റെ ശത്രുക്കൾ നശിച്ചു പോകുന്നു, നീതികേട് പ്രവർത്തിക്കുന്ന ഏവരും ചിതറിപ്പോകും.
പുതിയ എണ്ണനെ തേപ്പിക്കുന്നു. എന്റെ കണ്ണ് എന്റെ ശത്രുക്കളെ കണ്ടും എന്റെ ചെവി എന്നോട് എതിർക്കുന്ന ദുഷ്കർമ്മികളെ കുറിച്ച് കേട്ടും രസിക്കും. നീതിമാൻ പന പോലെ തഴിക്കും, ലബാനുള്ള ദേവദാരു പോലെ വളരും. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. വാർദ്ധക്യത്തിൽ അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും, പുഷ്ടിവെച്ച് പച്ച പിടിച്ചിരിക്കും. യഹോവ നേരുള്ളവൻ, അവൻ എന്റെ പാറ, അവന് നേരുകേടില്ല എന്ന് കാണിക്കേണ്ടതിന് തന്നെ. ഒരു നിമിഷവും കൂടെ നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ച് നമുക്ക് ഒരുമിച്ച് നന്ദിയുള്ള ഹൃദയത്തോടെ നമ്മുടെ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാമല്ലോ. എല്ലാ അധരങ്ങളും കടന്നു വന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ മുതൽ എല്ലാവരും അധരങ്ങളെ ഒരല്പസമയമൊന്ന് തുറന്ന സ്തോത്ര. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള നന്മകളെ ഓർത്തുകൊണ്ട്, ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ഒന്ന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരല്പസമയം സ്തോത്രം നമ്മുടെ അധരങ്ങളൊക്കെ ഒന്ന് തുറന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടുന്ന് ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങൾക്ക്, അവിടുന്ന് ജീവിതത്തിൽ ചെയ്ത നന്മകൾക്ക് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം നാം തിരുവഴുത്തി വായിച്ചതുപോലെ നമ്മെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായ നമ്മുടെ ദൈവത്തിൻ്റെ നാമത്തെ കീർത്തിക്കുന്നതും രാവിലെ അവിടുത്തെ ദയയെയും രാത്രി തോറും അവിടുത്തെ വിശ്വസ്തതയെയും വർണ്ണിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലതാ. അവിടുന്ന് നമ്മെ പരിപാലിച്ച വിധങ്ങള് സ്തോത്രം. എത്രയെത്ര അനർത്ഥങ്ങൾ, അപകടങ്ങളൊക്കെ നാം കണ്ടവരാ. എത്രത്തോളം അപകടങ്ങളെ കുറിച്ച്, അനർത്ഥങ്ങളെ കുറിച്ച് നാം കേട്ടവരാ. എന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം, വലങ്കരം നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ പരിപാലിച്ച വിധങ്ങൾക്ക്, നമ്മെ നടത്തിയ വിധങ്ങൾക്ക് സ്തോത്രം, നമ്മെ നിർത്തിയ വിധങ്ങൾക്ക് സ്തോത്രം, നമ്മെ തകർന്നു പോകുവാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിന്റെ തലങ്ങളിൽ ആഞ്ഞടിച്ചിട്ട് തകർന്നു പോകാതെ നമ്മെ നിർത്തി അവിടുത്തെ കൃപയെ ഓർത്തുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ഇന്ന് പ്രഭാതത്തിലും ധൈര്യത്തോടെ നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട്, അവിടുത്തെ കൂട്ടായ്മ അനുഭവിച്ചുകൊണ്ട്, അവിടുത്തെ സന്നിധിയിൽ കടന്നു വരുവാൻ നമ്മെ യോഗ്യരാക്കി തീർത്ത അവിടുത്തെ കൃപയ്ക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാമല്ലോ. ഹല്ലേലൂയ. നാം എല്ലാവരും നന്ദിയോടെ തന്നെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് ചേർന്ന് പാടാം. സർവ്വ നന്മകൾക്കും സർവ്വദാനങ്ങൾക്കും ഉറവിടമാമൻ യേശുവേ, അങ്ങ് ഞങ്ങൾ സ്തുതിച്ചിടുകയാ. സ്തോത്രം. ദിനം തോറും ഞങ്ങൾ അങ്ങേ വാഴ്ത്തുക. നമുക്ക് ചേർന്നോ അമ്മേ സ്തോത്രം, അമ്മേ ഹല്ലേലൂയ പാടാമല്ലോ. സർവ്വനന്മകൾക്കും സർവ്വദാനങ്ങൾക്കും ഉറവിടമാവൻ യേശുവേ. സർവ്വനന്മകൾക്കും സർവ്വദാനങ്ങൾക്കും ഉറവിടമാവൻ യേശുവേ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും
സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാവൻ യേശുവേ. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാവൻ യേശുവേ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും വളരെ നന്ദിയാ. 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ഒരുമിച്ച് ഒരു ഗാനം കൂടെ പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തി. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിയിടണമേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. സ്തോത്രം നമുക്ക് അർത്ഥം മനസ്സിലാക്കി ചേർന്ന് കരങ്ങളെ അടിച്ചു പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. നിന്നതല്ലതാ ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. ആമേൻ. നിന്നതല്ലതാ ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിനാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിനാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. അവൻ ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. സാധ്യതകളോ അസ്തമിച്ചു പോയപ്പോ, സോദരങ്ങളോ അകന്നു മാറിയപ്പോ, സാധ്യതകളോ അസ്തമിച്ചു പോയപ്പോ, സോദരങ്ങളോ അകന്നു മാറിയപ്പോ, സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിനും ജയം തന്നുവല്ലോ. സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം തന്നുവല്ലോ. ഇത്രത്തോളം ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ.
ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോലെ. ഉയർത്തില്ലെന്ന ശത്രുഗണം വാദിക്കുമ്പോ തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോ, അവൻ ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോ തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോ, പ്രവൃത്തിയിൽ വലിയവനെ സുനാഥൻ കൃപ നൽകും ജയഘോഷം ഉയർത്തിയിടുവാൻ. പ്രവൃത്തിയിൽ വലിയവനെ സുനാഥൻ കൃപ നൽകും ജയഘോഷം ഉയർത്തിയിടുവാൻ. ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം വന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോലെ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോലെ. സാധ്യതകളോ അസ്തമിച്ചു പോയ സോദരങ്ങളോ അകന്നു മാറിയപ്പോ, അവേ സാധ്യതകളോ അസ്തമിച്ചു പോയപ്പോ സോദരങ്ങളോ അകന്നു മാറിയപ്പോ, സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം തന്നുവല്ലോ. സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം തന്നുവല്ലോ. ഇത്രത്തോളം ജയം തന്ന സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോലെ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോലെ. നിന്നതല്ലതാ ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. അവൻ നിന്നതല്ലതാ ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. അവൻ നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാദരി നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാദരി സ്തുതി പാടുക. അവൻ ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോലെ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോലെ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോലെ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോലെ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോലെ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ
ഇന്ന് പ്രഭാതത്തിലും പാട്ടുകാരനോട് ചേർന്ന് നമുക്ക് പറയുവാൻ കഴിയുന്നത്, നിന്നതല്ല നമ്മുടെ കർത്താവ് നമ്മെ നിർത്തിയത്, നേടിയതല്ല അവിടുന്ന് നമുക്ക് തന്നതാ. അവിടുത്തെ കൃപയാ, അവിടുത്തെ കരുണയാ, അവിടുത്തെ വിശ്വസ്തതയാ. ഒരു ഖരവശംബാര കർത്താവേ, ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോട് അങ്ങേക്ക് സ്തോത്രം ചെയ്യാം. അവിടുത്തെ വിശ്വസ്തതയ്ക്കായി, അവിടുത്തെ കൃപയ്ക്കായി, ഞങ്ങളോട് തോന്നിയ അവിടുത്തെ കരുണയ്ക്കായി, അവിടുത്തെ മനസ്സലിവിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള സമയങ്ങളും അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ ആ സാന്നിധ്യബോധത്തോടായിരിക്കും ഞങ്ങളെ സഹായിക്കണം. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണം. അവിടുത്തെ തിരുകൃപ ഞങ്ങളുടെ മേൽ അധികമായി പകരണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെല്ലാം ദൈവസന്നിധിയിലിരുന്നോട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലും ദൈവസന്നിധിയിൽ നമുക്കൊരുമിച്ച് കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനും ലഭിച്ച ഈ നല്ല അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, ശേഷം നമ്മുടെ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവർ, സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, എൽഡേഴ്സായിട്ടുള്ള പ്രിയപ്പെട്ടവരെല്ലാവർക്കും ധന്യനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ബലപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നാം വായിച്ച സങ്കീർത്തനം 92 സങ്കീർത്തനമാണല്ലോ. അതിൻ്റെ ആരംഭവാക്യങ്ങളിൽ തന്നെ നമുക്കറിയാം, കർത്താവിന് നന്ദി അർപ്പിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരനുഗ്രഹീത സങ്കീർത്തനമാണ് ഈ 92 സങ്കീർത്തനം. ദൈവാലയത്തിൽ ദൈവിക സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവജനം ദൈവത്തിൻ്റെ പ്രവർത്തികളെ, അഗോചരമായ വലിയ പ്രവർത്തികളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഒരു സങ്കീർത്തനവും കൂടെയാണ് ആമേൻ ഈ സങ്കീർത്തനം. ദൈവം തങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഓർത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന, വിശേഷം നാം പാടിയ പാട്ടുകളെല്ലാം ആമേൻ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് പാടുന്ന പാട്ടുകളാണ്. ദൈവാലയത്തിൽ കടന്നു വന്ന്
ദൈവജനം ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുമ്പോൾ അവരോട് ചേർന്ന് നമുക്കൊരു സ്തോത്രം പറയാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരൊന്ന് ഓർത്ത് നോക്കി, എന്തോ ഒരു പ്രശ്നം നമുക്കുണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ബാക്കിയുള്ള സ്തോത്രം ചെയ്യുന്നവർക്കല്ല, സ്തോത്രം ചെയ്യാത്തവർക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയെങ്കിൽ സ്തോത്രം, ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുക, ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ അവിടുന്ന് ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളെ ഓർക്കണം, അവിടുന്ന് ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഓർക്കണം, അവിടുത്തെ പ്രവർത്തികളെ ഓർത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനായിട്ട് കഴിയണമെന്നുള്ളതാണ്. ആമേൻ. ഈ സങ്കീർത്തനത്തിൽ യാചനയേക്കാൾ ദൈവത്തിന് നന്ദി കരയറ്റുന്നതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സങ്കീർത്തനമാണ് അല്ലേ. യാചനയിൽ നമുക്കറിയാം, നമുക്ക് ലഭിക്കേണ്ടതിന് നാം പ്രാധാന്യം നൽകുമ്പോൾ സ്തോത്രം ചെയ്യുന്നത് ദൈവത്തിന് മഹത്വം കരയറ്റുന്നതാണ്. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ യാചനയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുകയാണെങ്കിൽ, സ്തോത്രത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. ആമേൻ, സ്തോത്രം. ഇവിടെ 92 സങ്കീർത്തനത്തിൽ പ്രധാനമായിട്ട് 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ പ്രവർത്തികൾ വലിയവയാണ്. 2, അവൻ്റെ വിചാരങ്ങൾ അഗോചരമാണ്. സ്തോത്രം. ഈ ദൈവ സൃഷ്ടി മുതൽ ഇങ്ങോട്ടുള്ള സകല കാര്യങ്ങളെയും കുറിച്ച് നമ്മളിപ്പോൾ അവസാനം പാടിയതുപോലെ, നാം നിന്നതല്ല കർത്താവ് നമ്മെ നിർത്തിയതാണ്, നാം നേടിയതല്ല കർത്താവ് നമുക്ക് നൽകിയതാണ്. ഈ വിധ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്ത് കഴിയുമ്പോൾ സ്തോത്രം, നമുക്കും കർത്താവിനെ സ്തോത്രം ചെയ്യുവാനായിട്ട് കഴിയട്ടെ, കർത്താവിന് സ്തുതി കരയേറ്റുവാൻ കഴിയട്ടെ. ഈ 5-ാമത്തെ വാക്യം നമുക്കൊന്ന് ഒരുമിച്ച് ചേർന്ന് പറയാമോ? യഹോവേ, നിൻ്റെ പ്രവർത്തികൾ എത്ര വലിയവയാകും, നിൻ്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ തന്നെ. സ്തോത്രം. അടുത്ത വാക്യം പറയുന്നത്, മൃഗപ്രായനായ മനുഷ്യൻ എന്ത് ചെയ്യുന്നില്ല, അതറിയുന്നില്ല, മൂഢൻ അത് ഗ്രഹിക്കുന്നുമില്ല. എന്നാൽ ദൈവത്തിൻ്റെ പ്രവർത്തികളെ തിരിച്ചറിഞ്ഞിട്ടുള്ള ദൈവ പൈതൽ, സ്തോത്രം, അവിടുത്തെ വിചാരങ്ങൾ എൻ്റെ വിചാരങ്ങളെക്കാൾ ഉപരിയാണെന്നോ, സ്തോത്രം, എനിക്ക് വേണ്ടി കരുതുകയും എന്നെ നടത്തുകയും എന്നെ പരിപാലിക്കുകയും ദിനംതോറും അത്ഭുതകരമായി സ്തോത്രം അവൻ നടത്തുവാനും ശക്തനായ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നോട് കൂടെയുണ്ടെന്നും തിരിച്ചറിയുന്ന ദൈവമക്കൾ, സ്തോത്രം, അവൻ 92-ന്റെ 1-ാമത്തെ വാക്യം, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവേ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും. 3-ാമത്തെ വാക്യം, രാവിലെ നിന്റെ ദയയെയും രാത്രി തോറും വർണ്ണിക്കുന്നതും നല്ലത് നല്ലത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിൻ്റെ പ്രവർത്തികളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. അമ്മയെ തുടർന്ന് കുഞ്ഞുങ്ങളെ സാക്ഷ്യം, നമ്മുടെ പ്രിയപ്പെട്ട ഒരു സാക്ഷ്യം പറയുന്നതിനുള്ള സമയമാണ്. ഓൾ ചിൽഡ്രൻ can stand together and they will recite the Bible verse. Kriba Manoji will come forward and will lead the session. Praise the Lord. Romans 11 verses 9, 10 and 11. Love must be completely sincere. Hate what is evil and hold on to what is good. Love one another as Christian brothers and show eager to respect one another. Do not be lazy and work hard. Serve the Lord with a heart full of devotion. Thank you. Amen. Amen. Shout hallelujah 3 times. Amen. ഒരു നിമിഷം നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ തലമുറകളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ട് സ്തോത്രം. അവരുടെ പഠനത്തിൽ, അവരുടെ യാത്രകളിൽ, അവരുടെ ഇടപാടുകളിലെല്ലാം ദൈവിക സാന്നിധ്യം ഉള്ളത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ അവരെ സഹായിക്കണമേ. ഞങ്ങൾ സഭയായി ഒരുമിച്ച് ചേർന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. യു ഓൾ മേ ബി സീറ്റഡ്. സഭയിലുള്ള ദൈവമക്കളെ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ. ചില പ്രിയപ്പെട്ടവരൊക്കെ ശാരീരികമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടല്ലോ. സ്വർഗത്തിലെ ദൈവം അവർക്ക് വേണ്ട ബലവും ആരോഗ്യവും നൽകേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തുറന്നുള്ള ശുശ്രൂഷകളെയും
ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നാം എല്ലാവരും പ്രാർത്ഥനയോടുകൂടിയായിരിക്കുമ്പോൾ നമ്മെ പ്രിയപ്പെട്ടവരിൽ ഒരാൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാമല്ലോ. പ്രൈസ് ലോർഡ്. സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തുതിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അങ്ങയുടെ മഹനീയ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുകയാണ്, സ്തുതിക്കുന്ന കർത്താവേ. ഇന്ന് കർത്താവേ ഹാലൊരു ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സഭയാമാലയത്തിലേക്ക് കടന്നു വന്ന് കർത്താവേ അങ്ങയെ സ്തുതിക്കുവാനും സ്തോത്രം ചെയ്യുവാനും കർത്താവേ ഞങ്ങൾക്ക് തന്ന ഈ ഭാഗ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. തലവണക്കിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവേ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പ്രഭാതത്തിൽ ഞങ്ങൾ പാടിയതുപോലെ കർത്താവ് ഇന്നെന്ന ഭാരത്താൽ ഇന്നെന്ന ഞെരുക്കത്താൽ കർത്താവേ ആയിരിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ കർത്താവ് ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ. അവരുടെ അടുത്ത് കടന്നു വന്ന് കർത്താവേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ കർത്താവേ, ഇന്ന് പകൽക്കാലം ഞങ്ങളോട് കർത്താവേ ഞങ്ങളുടെ ഹാലലു അടുത്ത് വന്ന് കർത്താവേ ഞങ്ങളോട് വ്യക്തമായി സംസാരിക്കണമേ എന്ന്, ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങൾക്ക് നല്ല സങ്കീർത്തനത്തെ തന്നതിനായി നന്ദി കർത്താവേ. എങ്കിലും കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ കർത്താവേ ഹല്ലേലൂയ ഞങ്ങളുടെ തല ഉയർത്തി നിർത്തുന്ന ദൈവമാണ് കർത്താവേ. പുതിയ എണ്ണ കൊണ്ട് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് ഞങ്ങൾ കർത്താവേ ഇന്ന് പകൽക്കാലം അങ്ങയോട് യാചിക്കുന്നു, പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം കർത്താവേ. അങ്ങയുടെ കർത്താവേ ഹല്ലേലൂയ ദൂതന്മാർ തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി അവരെ സൂക്ഷിക്കുന്നതാകിയാൽ കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവേ അവിടുത്തെ ദൂതന്മാരായി ഞങ്ങളെ കാവലിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഈ ദിവസങ്ങളിൽ കർത്താവേ ഞങ്ങളെ അവിടുന്ന് പിന്നെയും കരുതുകയും കാത്തുപരിപാലിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പ്രത്യേകം ഇന്ന് പകൽക്കാലം സാക്ഷ്യം പറഞ്ഞ കർത്താവേ ഹല്ലേലൂയ പ്രാർത്ഥന ആവശ്യമുണ്ടെന്ന് പറഞ്ഞ കർത്താവേ എൻ്റെ സഹോദരിക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. പുതിയതായി ദേശത്തേക്ക് കടന്നു വന്നിരിക്കുന്ന കർത്താവേ, നല്ല സഖിയായി നല്ല തുണയായി കർത്താവേ അങ്ങ് നിന്റെ ദാസിയുടെ കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഈ ദേശത്തായിരിക്കുന്നിടത്തോളം കാലം കർത്താവേ ഒരു നന്മയ്ക്കും കുറവില്ലാത്തവളായി കർത്താവേ ദേശത്ത് നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്ന് മുതലുള്ള ഞങ്ങളുടെ കൂടെയുള്ള ആരാധന കർത്താവേ ദാസിക്കൊരു പുതിയ അനുഭവമായി തീരണമേ കർത്താവേ. ദാസിയോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം കർത്താവ്. മറ്റ് വിവിധ വിഷയങ്ങളുമായി ഭാരങ്ങളായി രോഗത്തിന്റെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വചനം അയച്ച് കർത്താവേ അവരെ സൗഖ്യപ്പെടുത്തണമേ കർത്താവേ. വിടുതൽ ആവശ്യമായിട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് അവിടുന്ന് ഇടപെടണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കർത്താവേ ഇപ്പോൾ ഞങ്ങളോട് കൂടെ ആരാധിക്കുന്ന വാത്സല്യ സഹോദരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അവരെ അവിടുന്ന് സന്ദർശിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങയുടെ സന്നിധി പിന്നെ ഞങ്ങളായിരിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ വചനമില്ലാത്ത മായമില്ലാത്ത കർത്താവേ വചനം കേൾക്കാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്ന് ആളുകൾ ഞങ്ങൾക്ക് ജീവനും ഭക്തിക്കും വേണ്ടുന്ന നന്മകളൊക്കെയും കർത്താവേ ഇന്ന് പകൽക്കാലം നിന്റെ ദാസനിലൂടെ കേൾപ്പാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന കർത്താവേ. ഞങ്ങളെ ലജ്ജ കൂടാതെ കർത്താവേ നിന്റെ സന്നിധി നിലനിർത്തുവാൻ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. നിന്റെ ദാസനെ അവിടുന്ന് ഉപയോഗിക്കണം കർത്താവേ. ശക്തമേറിയ വചനത്താൽ കർത്താവേ ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ജീവിപ്പാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് മുമ്പിൽ തിരുമേശയുണ്ട് കർത്താവേ. പ്രാഗൽഭ്യത്തോടെ കടന്നിട്ടുവാൻ ഞങ്ങളെ അതിന് യോഗ്യതയുള്ളവരാക്കണം കർത്താവേ. ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ പിഴവുകൾ കുറവുകൾ കർത്താവേ ഞങ്ങൾ ഏറ്റുപറയുന്ന കർത്താവേ. ഞങ്ങളോട് ക്ഷമിച്ച് കർത്താവേ എല്ലാം അനുഗ്രഹമായി കൂടി വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. പകൽക്കാലത്തെ ആരാധന കടന്നു വന്നവർക്ക് എല്ലാവർക്കും കർത്താവേ അത് അനുഗ്രഹമായി കൂടി വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കടന്നതിനായി സ്തോത്രം യേശു അപ്പച്ചനുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ സ്തോത്രം. ഗലാത്യ ലേഖനം അതിൻ്റെ 6-ാം അധ്യായം 14-15 വാക്യങ്ങൾ വായിക്കാം. ആ ആ 15 കൂടെ ചേർത്ത്. സ്തോത്രം. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. സ്തോത്രം. ഒരു ദൈവ പൈതലിന് പ്രശംസിക്കുവാൻ ഒരിടമുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മാത്രമാണ്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കരങ്ങൾ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാമോ? ഇന്ന് പ്രഭാതത്തിലും നമ്മളെ ഇവിടെ കൊണ്ടുവന്നത് സ്തോത്രം കർത്താവായ യേശുവിൻ്റെ ക്രൂശാണ്. ആമേൻ. ഈ ഗലാത്യ ലേഖനം 6-ാം അധ്യായം മാത്രം നാം വായിക്കുമ്പോൾ ആത്മീകരാകുന്ന ദൈവമക്കൾ ചെയ്യേണ്ടതായ ചില വസ്തുതകൾ ഈ 6-ാം അധ്യായത്തിലുടനീളം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ സ്വഭാവങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്ന് ഈ 6-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്ത ഈ പ്രഭാതത്തിൽ ദൈവമക്കളുമായിട്ട് പറഞ്ഞത് എന്ന് വെച്ചാൽ 6-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ
തന്നെ അതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ എന്ന നിലയ്ക്ക് നമുക്ക് കാണുവാൻ കഴിയുന്നത്, സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. അടുത്ത വാക്യം, നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. ശ്രദ്ധിക്കണമേ ആ വാക്യം. അതിനകത്തൊരു പദപ്രയോഗം വിശേഷാൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആത്മീകരായ നിങ്ങൾ, സ്തോത്രം, സൗമ്യതയുടെ ആത്മാവിൽ. അഭയ സ്തോത്രം. തെറ്റിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യനെ തിരികെ കൊണ്ടുവരുന്നതിനുള്ള ഒരു പരിശ്രമം നടത്തണം. സ്തോത്രം. നാം പൊതുവേ കണ്ടുവരുന്നൊരു കാഴ്ച ഈ വചനത്തിന് വിരോധമാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പലപ്പോഴും ആത്മീകരെന്ന് പറയുന്നവർ തങ്ങളുടെ ആത്മീയത മറ്റുള്ളവരുടെ മുൻപിൽ വെളിപ്പെടുത്തേണ്ടതിന് കൂടെയുള്ള കൂട്ടു സഹോദരങ്ങളുടെ കുറ്റങ്ങളെ, തെറ്റുകളെ വലുതാക്കി കാണിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അവരുടെ കുറവുകൾ ഏതെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ ഊതി വീർപ്പിച്ച് വലുതാക്കുന്ന ഒരു പ്രവണത പൊതുവെ കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ആത്മാവിൽ അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 6-ാമത്തെ അധ്യായത്തിൽ പറയുക, സ്തോത്രം, ഈ ആത്മീകരെന്ന് പറയുന്ന നമ്മൾ ഓരോരുത്തരും, സ്തോത്രം, മറ്റൊരുവൻ ഒരു തെറ്റിൽ അകപ്പെട്ടു പോയി എന്ന് നമുക്ക് തോന്നിയാൽ അവനെ, സ്തോത്രം, സൗമ്യതയുടെ ആത്മാവിൽ തിരികെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. എന്തുകൊണ്ട് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കണം? സ്തോത്രം, നാമം ജീവിക്കുന്നത് ഈ ദുഷ്ടലോകത്താ, നാമം ജീവിക്കുന്നത് ഈ ബലഹീനതയുള്ള ശരീരത്തിലാ. സ്തോത്രം, നാമം ആയിരിക്കുന്നത് അതേ പരീക്ഷയിൽ അകപ്പെട്ടു പോകുവാനുള്ള സാഹചര്യത്തിലാണ്. സ്തോത്രം. അതുകൊണ്ട് വ്യക്തമായ ഒരു ധാരണ ആത്മീകരെന്ന് പറയുന്ന ദൈവമക്കൾക്കുണ്ടാകേണ്ടത്, സ്തോത്രം, ഏത് സമയത്തും തെറ്റിപ്പോകാവുന്ന ഒരു സാഹചര്യത്തിലാണ് നാമും ജീവിക്കുന്നത്. അതുകൊണ്ട്, സ്തോത്രം, മറ്റുള്ളവരെ കുറ്റം വിധിച്ച് മറ്റുള്ളവരെ മാത്രം പാപികളെന്ന് എണ്ണിക്കൊണ്ട്, സ്തോത്രം, തങ്ങളുടെ ആത്മീയതയെ സ്തോത്രം വലുതാക്കി കാണിക്കുന്നതിന് പകരം ഒരു ദൈവ പൈതൽ ചെയ്യേണ്ടത്, സ്തോത്രം, സൗമ്യതയുടെ ആത്മാവിൽ അവരെ യഥാസ്ഥാനപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയും, ആത്മീകരായ നിങ്ങൾ എന്ന പദപ്രയോഗം ഉപയോഗിച്ചിട്ട് അതിൻ്റെ 14-15 അതിൻ്റെ ബാക്കി വാക്യങ്ങളൊക്കെ വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ സമയം, സ്തോത്രം, കിട്ടുകയില്ല. അതുകൊണ്ടാണ് ആ 14-15 വാക്യങ്ങൾ മാത്രം ഒന്ന് ഞാൻ വായിച്ച് 1-2 കാര്യങ്ങൾ പറയാം. ആത്മീകരായ നമ്മൾ പ്രശംസിക്കേണ്ട ഒരിടത്തെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിരിക്കുക. 14-ാമത്തെ വാക്യം, എനിക്കോ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. സ്തോത്രം. പൊതുവെ പ്രശംസിക്കാൻ സാധ്യതയുള്ള ചില മേഖലകളുണ്ട്. അതിലൊന്ന് വസ്തുവകകൾ, വീട്, കാറ്, സമ്പാദ്യം, ജോലി, ആയിരിക്കുന്ന സ്ഥാനങ്ങൾ, ലഭിച്ചിരിക്കുന്ന പദവികൾ, ഇതൊക്കെ, സ്തോത്രം, എന്തോ വലുത് എന്നുള്ളൊരു ചിന്തയിൽ അവയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രശംസിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്വയം പ്രശംസ എന്ന് പറയുന്ന ആ പദത്തെ, സ്തോത്രം, താഴ്ത്തിയിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുക, എനിക്ക് പ്രശംസിക്കാൻ ഒരിടമുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ ക്രൂശ് മാത്രം. സ്തോത്രം. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു മനുഷ്യന് പ്രശംസിക്കുവാൻ കഴിയുന്ന അല്ലെങ്കിൽ സ്വയം പ്രശംസിക്കുന്ന വ്യക്തികൾ പൊതുവെ ഉയർത്തി കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന് അവരായിരിക്കുന്ന റിലീജിയൻ എന്നുള്ളതാണ്. അവർ വിശ്വസിക്കുന്ന, സ്തോത്രം, അവരുടെ വിശ്വാസം. ആ വിശ്വാസത്തെ സംബന്ധിച്ച് ഈ ലോകത്തിലെ ഏത് മനുഷ്യനും, സ്തോത്രം, ആ വിശ്വാസത്തിൽ കുറച്ച് പ്രശംസിക്കാറുണ്ട്. 2, അവർക്ക് ലഭിച്ചിരിക്കുന്ന അറിവ്.
ഒന്നുകിൽ അവർക്കുള്ള അറിവ് അല്ലെങ്കിൽ അവരുടെ മക്കൾക്കുള്ള അറിവ്. ഇതിൽ സ്തോത്രം പൊതുവെ പ്രശംസിക്കുന്നത് കാണാറുണ്ട്. 3, കുടുംബം. ഞാൻ ഇന്ന കുലത്തിലാണ്, ഇന്ന കുടുംബത്തിലാണ്, ആമേൻ, ആ കുടുംബത്തിൻ്റെ മഹിമ ഉയർത്തിക്കാട്ടി പ്രശംസിക്കുന്നത് പൊതുവെ കേൾക്കാറുണ്ട്. 4, സമ്പത്ത്, ധനം. ഇതിൽ പ്രശംസിക്കുന്നത് പൊതുവെ നാം കേൾക്കാറുണ്ട്. നാം ഒന്ന് ചിന്തിക്കുക, അപ്പോസ്തലനായ പൗലോസ് ഈ വക കാര്യങ്ങളിലെല്ലാം തന്നെ സ്തോത്രം പ്രശംസിക്കുവാൻ വകയുണ്ടായിരുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. എന്നാൽ താൻ അവയെല്ലാം സ്തോത്രം ചപ്പെന്നും ചവറെന്നും എണ്ണിക്കൊണ്ട് സ്തോത്രം ബൈബിളിൻ്റെ ഭാഷയിൽ ഛേദമെന്ന് എണ്ണിക്കൊണ്ട് പറയുകയാ, സ്തോത്രം ഇവയെല്ലാം എനിക്കുണ്ടെങ്കിലും എനിക്ക് പ്രശംസിക്കുവാൻ ഒരിടമേ ഉള്ളൂ, അത് കർത്താവിൻ്റെ ക്രൂശ് മാത്രമാ. സ്തോത്രം വേണ്ടുവോളം പ്രശംസിക്കുവാനായിട്ടുള്ള സാധ്യതകളേറെയുണ്ട്, വേണ്ടുവോളം പ്രശംസിക്കുവാനുള്ള മേഖലകളേറെയുണ്ട്. പക്ഷേ ഒന്നെനിക്കറിയാം, ഞാൻ ഈ പ്രശംസിക്കുന്ന സകലതും ഇവിടം കൊണ്ട് അവസാനിക്കുമ്പോൾ എൻ്റെ ക്രിസ്തുവിൻ്റെ ക്രൂശിലുള്ള പ്രശംസ അത് എന്നെ നിത്യതയോളം നടത്തുന്നത്. ഇന്ന് പകലും എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാം, സ്തോത്രം, നാം ആയിരിക്കുന്ന സ്ഥാനത്തെ കുറിച്ചല്ല പ്രശംസിക്കേണ്ടത്, നാം ആയിരിക്കുന്ന മേഖലകളെ കുറിച്ചല്ല പ്രശംസിക്കേണ്ടത്, നമുക്ക് എന്തുണ്ട് എന്നുള്ളതിലല്ല പ്രശംസിക്കേണ്ടത്. പകരം ആ ക്രിസ്തു എനിക്ക് വേണ്ടി എന്തു ചെയ്തു എന്നുള്ളതിൽ പ്രശംസിക്കുവാൻ തക്കവണ്ണം ഇന്ന് പകൽ നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. സ്തോത്രം. പൗലോസ് പറയുക, എനിക്ക് പ്രശംസിക്കുവാനുണ്ടെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ ക്രൂശിൽ ഞാൻ പ്രശംസിക്കും. 2, എനിക്ക് പ്രശംസിക്കുവാനുണ്ടെങ്കിൽ സ്തോത്രം എൻ്റെ ബലഹീനതയിൽ ഞാൻ പ്രശംസിക്കും. സ്തോത്രം, കർത്താവിൻ്റെ ക്രൂശിൽ ഞാൻ പ്രശംസിക്കും. സ്തോത്രം, എൻ്റെ ബലഹീനതയിൽ ഞാൻ പ്രശംസിക്കും. എന്താണെന്നറിയാമോ? സ്തോത്രം, തൻ്റെ ബലഹീന സാഹചര്യങ്ങളിൽ പലപ്പോഴും നമുക്കറിയാവുന്നത് പോലെ പൗലോസ് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചപ്പോൾ അവിടുന്ന് കൊടുത്ത മറുപടി താൻ സ്വീകരിക്കുവാൻ കാരണമായി തീർന്നതിൻ്റെ പ്രധാന കാരണം താൻ പ്രശംസിക്കുന്ന ഒരിടം കർത്താവിൻ്റെ ക്രൂശായതുകൊണ്ടാണ്. സ്തോത്രം. എല്ലാ മനുഷ്യർക്കും ഈഗോ എന്ന ഒരു സംഭവമുണ്ട്, അല്ലേ? സ്വയമായിട്ട് അവരെക്കുറിച്ച് ചിന്തിക്കുന്ന, അവരുടെ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുന്ന, തലമുറകളെക്കുറിച്ച് അതില്ലാത്തൊരു മനുഷ്യരുമില്ല. നമുക്കതിനെ ഒന്നും അങ്ങനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റത്തുമില്ല. എന്നാൽ ദൈവസന്നിധിയിൽ കടന്നു വരുന്ന ഒരു ദൈവ പൈതൽ ആ ഈഗോ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ, സ്തോത്രം, ആമേൻ, ആ കർത്താവിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ക്രിസ്തുവിൻ്റെ ക്രൂശിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇന്ന് പകൽക്കാലം വ്യക്തമായിട്ട് പറയാം, നമ്മുടെ ബലഹീനതയിൽ വ്യാപരിക്കുന്ന അത്യന്ത ശക്തിയെക്കുറിച്ച് തിരിച്ചറിയുവാനോ, സ്തോത്രം, ധൈര്യത്തോടെ അമ്മ കർത്താവിൻ്റെ ഹിതത്തിന് വേണ്ടി നമ്മെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറയുവാൻ കഴിയും, അതെ, അവിടെ എൻ്റെ ജീവിതത്തിൽ സ്തോത്രം എന്തെങ്കിലും അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതിലെനിക്കൊരു ഉറപ്പുണ്ട്, അവിടുത്തെ അത്യന്ത ശക്തിയും അതിൻ്റെ മീതെ എൻ്റെ മേൽ വ്യാപരിക്കുന്നുണ്ട്. സ്തോത്രം. ഈ പൗലോസിന് പ്രാർത്ഥനയിൽ മറുപടി ലഭിച്ചതിന് ശേഷം ഞാൻ ആ കൊരിന്ത്യ ലേഖനത്തിലേക്ക് ഒന്ന് കടന്നു വന്ന് ബലഹീനതയിൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ പ്രശംസയെക്കുറിച്ചൊന്ന് പറയാം. പൗലോസ് പിന്നീട് ചിന്തിക്കുന്നത് തൻ്റെ ബലഹീനതകളെക്കുറിച്ചല്ല. സ്തോത്രം, പിന്നീട് മറ്റുള്ളവരോട് പങ്കുവെക്കുന്നത് ആ ബലഹീനതകളെക്കുറിച്ചല്ല. പകരം സ്തോത്ര കർത്താവ് ആ ബലഹീനതയിലും തൻ്റെ മേൽ പകർന്നിരിക്കുന്ന കൃപയെ ഓർത്തുകൊണ്ട്, സ്തോത്രം, 2, ആ ബലഹീനതയുടെ മധ്യത്തിലും തൻ്റെ മേൽ പകർന്നിരിക്കുന്ന സ്തോത്ര ദൈവശക്തിയെ ഓർത്തുകൊണ്ട് ഇന്ന് സ്തോത്ര പകൽക്കാലം വളരെ വ്യക്തമായിട്ട് പറയട്ടെ, സ്തോത്രം, പല തരത്തിലുള്ള ബലഹീനതയെ അനുഭവിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടാകാം. പല നാളുകളായി പ്രാർത്ഥിച്ചിട്ട് മറുപടി ലഭിക്കാതെ ആയിരിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകാം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, എത്രയോ പ്രാവശ്യം സ്തോത്രം ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. സ്തോത്രം, നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ഒരു ശക്തി അത് ഞാൻ നിന്റെ മേൽ പകർന്നിട്ടുണ്ട്. നിന്റെ ബലഹീനതയ്ക്ക് മുകളിലുള്ള ഒരു കൃപ അത് നിന്റെ മേൽ പകർന്നിട്ടുണ്ട്. എന്തുകൊണ്ട്? സ്തോത്രം, കർത്താവിങ്കിൽ നിന്നുള്ള മറുപടി കേൾക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നൊരു ചോദ്യത്തിന് ഇന്ന് പകൽക്കാലമെങ്കിലും ഹൃദയം തുറന്ന് കർത്താവിനോടൊന്ന് പറയാമോ? കർത്താവേ, അവിടുത്തെ കൃപ അത് എനിക്ക് മതി, അവിടുത്തെ ശക്തി അത് എനിക്ക് മതി. സ്തോത്രം. പൗലോസ് പ്രാരംഭത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ആ വിഷയത്തിന് മറുപടി കിട്ടിയതിന് ശേഷം
സ്തോത്രം തനിക്ക് മറ്റൊരു ചിന്ത തൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നില്ല. ബലഹീനതയെക്കുറിച്ച് ഒരു ചിന്ത കയറി വരുന്നില്ല. പകരം താൻ പിന്നെ ചിന്തിക്കുന്നത് കർത്താവിൻ്റെ ക്രൂശിനെ കുറിച്ച് മാത്രമാണ്. സ്തോത്രം. ഒരു വിശ്വാസിയുടെ പ്രശംസയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത് ക്രൂശാണ്. സ്തോത്രം. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് തന്നെ പറയുന്നുണ്ട്, സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. നിങ്ങളുടെ ഇടയിൽ സ്തോത്രം ബലവാന്മാർ ഏറെയില്ല, നിങ്ങളുടെ ഇടയിൽ കുലമഹിമയുള്ളവർ ഏറെയില്ല. സ്തോത്രം. നിങ്ങളുടെ ഇടയിൽ ശക്തരായിട്ടുള്ളവർ ഏറെയില്ല, നിങ്ങളുടെ ഇടയിൽ ബലമേറിയവരെന്ന് പറയുവാനായിട്ടുള്ളവർ ഏറെയില്ല. എന്നാൽ സ്തോത്രം, നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ലോകത്തിൻ്റെ അഭിപ്രായത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളില്ലെങ്കിലും ബലവാന്മാരില്ലെങ്കിലും കുലീനന്മാരില്ലെങ്കിലും ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവ ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. സ്തോത്രം. ഈ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത ബലഹീനമായതിനെ സ്തോത്രം സ്വയം പ്രശംസിക്കുവാൻ ഒന്നുമില്ലാത്തതിനെ തെരഞ്ഞെടുത്തിട്ട് അവരുടെ മേൽ അത്യന്ത ശക്തി അങ്ങ് പകരുകയാണ്. സ്തോത്രം. ഈ അത്യന്ത ശക്തിയാൽ സ്തോത്രം ബലവാന്മാരെന്ന് ലോകം വിധിക്കുന്നതിന് സ്തോത്രം അവ കടക്കുവാൻ തക്കവണ്ണമുള്ള ഒരു അത്യന്ത ശക്തി സ്വർഗത്തിലെ ദൈവം ഈ വിളിക്കപ്പെട്ടവരുടെ മേൽ നൽകിയിട്ടുണ്ടെന്ന് ഇന്ന് പകൽക്കാലവും വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ദൈവ ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തെരഞ്ഞെടുത്തു. അടുത്ത വാക്യം, ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് പകലും പ്രശംസിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ക്രൂശിൽ മാത്രമാണ്. നമ്മെ അവിടുന്ന് വിളിച്ചതോർത്ത് മാത്രമാണ്, അവിടുന്ന് നമ്മെ തെരഞ്ഞെടുത്തതോർത്ത് മാത്രമാണ് സ്തോത്രം ഇന്ന് നമുക്ക് പ്രശംസിക്കുവാനുള്ളത്. ആമേൻ. അടുത്ത വാക്യം ഇങ്ങനെ പറയുക, ഒന്ന്, എനിക്കോ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ക്രൂശിലല്ലാതെ എന്തുകൊണ്ടാണ് ക്രൂശിൽ പ്രശംസിക്കുവാൻ ഇട വരുന്നത്? അടുത്ത വാക്യം, അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും എന്ത് ചെയ്തിരിക്കുക? ക്രൂശിക്കപ്പെട്ടിരിക്കുക. സ്തോത്രം. വിശ്വാസികളോടുള്ള ബന്ധത്തിൽ ക്രൂശിനെ സംബന്ധിച്ച് ഗലാത്യ ലേഖനത്തിൽ ചില ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് 1-ാമത്തെ ഭാഗമെന്ന് പറയുന്നത് 2-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യമാണ്. 2-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. അവിടെ എഴുതിയിരിക്കുക, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. സ്തോത്രം. അതിന് മുമ്പിലുള്ള വാക്യങ്ങളൂടെ ചേർത്ത് വായിച്ചാൽ, ന്യായ പ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല. ന്യായ പ്രമാണത്തിൻ്റെ പ്രവൃത്തികൾക്ക് അതിൻ്റെതായ പരിമിതികളുള്ളപ്പോൾ സ്തോത്രം ദൈവത്തിൽ ദൈവപുത്രൻ്റെ മരണത്താൽ ദൈവപുത്രൻ്റെ ക്രൂശീകരണ നിമിത്തം ഒരുവൻ ജീവിക്കേണ്ടതിന് സ്തോത്രം ന്യായപ്രമാണ സംബന്ധമായി അവൻ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുവാനിടയായി. അതുകൊണ്ട് പറയുക, അവനിലുള്ള വിശ്വാസത്താൽ ഞാൻ ഇന്ന് ജീവിക്കുകയാണ്. ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികളെ അഴിച്ച യേശു ക്രിസ്തുവിനോട് കൂടെ ഒരു ദൈവ പൈതൽ ക്രൂശിക്കപ്പെട്ടതിനാൽ ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികൾക്കല്ല, പകരം ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട ദൈവ പൈതലിന് അത്രേ പ്രാധാന്യം. ആമേൻ. ഒന്ന്, ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് സ്തോത്രം അവിടുത്തെ ക്രൂശിൽ നാം പ്രശംസിക്കുകയാണ്. 2, 5-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം ശബ്ദമുയർത്തി ഒന്ന് വായിക്കാമോ? രണ്ട്, ക്രൂശിച്ചിരിക്കുന്നത് എന്തിനെയാണ്? ജഡത്തെയാ. എങ്ങനെ? അതിൻ്റെ സകല മോഹങ്ങളോടും കൂടെ സ്തോത്രം
അതിൻ്റെ പാഷൻസ് ആൻഡ് ഡിസേഴ്സ്, സകല ആഗ്രഹങ്ങളോടും കൂടെ ജഡത്തെ ക്രൂശിച്ചിരിക്കുക. പൗലോസ് 5-ാം അധ്യായത്തിൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചും ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ചും സവിസ്തരം വിശദമാക്കിയതിന് ശേഷം അടുത്ത വാക്യത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, ജഡത്തെ ക്രൂശിച്ചിട്ട് ആത്മാവിനെ പ്രാപിച്ചവരാണ് ഒരു ദൈവ പൈതൽ. അങ്ങനെയെങ്കിൽ സ്തോത്രം, ജഡത്തിൻ്റെ പ്രവർത്തികൾക്ക്, ജഡത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക്, ജഡത്തിൻ്റെ മോഹങ്ങൾക്ക് സ്തോത്രം ഒരു ദൈവ പൈതലിൽ പ്രാധാന്യം ഇല്ലേ? ഇല്ല. അതിൻ്റെ സകല രാഗ മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിട്ട് അടുത്ത വാക്യം പറയുകയാണ്, സ്തോത്രം, ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് എന്ത് ചെയ്യണം? സ്തോത്രം. അടുത്ത വാക്യം കൂടെ വായിക്കുകയാണേ. നാം അന്യോന്യം പോരിന് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും കൊണ്ട് വൃഥാഭിമാനികൾ എന്ത് ചെയ്യരുത്? ആകരുത്. സ്തോത്രം. ദൈവവൈതലിന് അന്യോന്യം പോർ വിളിക്കാനുള്ള വ്യവസ്ഥ ഇല്ല. ആത്മാവുള്ളവർക്ക്, ആത്മാവിൽ സഞ്ചരിക്കുന്നവർക്ക്, ആത്മാവിൽ നടക്കുന്നവർക്ക്, ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക്, ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നവർക്ക്, സ്തോത്രം, ജഡത്തെ അതിൻ്റെ രാഗം മോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിട്ടുള്ളവർക്ക്, സ്തോത്രം, മറ്റൊരുവനെ കാണുമ്പോൾ അസൂയ ഇല്ല, മറ്റൊരുവനെ കാണുമ്പോൾ പിണക്കം ഇല്ല. അതിൻ്റെ കാരണം അവനിൽ വസിക്കുന്ന ആത്മാവാണ് അവനെ നടത്തുന്നത്, അവരെ നിയന്ത്രിക്കുന്നത്. സ്തോത്രം. ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ ജഡത്തെ അതിൻ്റെ സകല രാഗമോഹങ്ങളോടും കൂടെ എന്ത് ചെയ്തിരിക്കുക? ക്രൂശിച്ചിരിക്കുക. മൂന്നാമത്തെ ഭാഗമാണ് നാം ഇവിടെ വായിച്ചത്, 6-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും എന്ത് ചെയ്തിരിക്കുന്നു? ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. ഈ ലോകം എനിക്ക് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ലോകത്തിൽ നിന്നും ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല, ലോകവും എന്നിൽ നിന്നും എന്ത് ചെയ്യുന്നില്ല? ഒന്നും ആഗ്രഹിക്കുന്നില്ല. തിന്മ നിറഞ്ഞ ഈ ലോകത്തിൽ നിന്ന് ഞാൻ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ, സ്തോത്രം, അതെൻ്റെ ഭോഷത്വമെന്ന് എണ്ണുവാനായിട്ട് എനിക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ലോകത്തിൽ നിന്ന് ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. ലോകം എന്നിൽ നിന്നും ഒന്നും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് സ്തോത്രം, ഞാൻ ലോകം എനിക്കും ഞാൻ ലോകത്തിനും എന്ത് ചെയ്തിരിക്കുക? ക്രൂശിക്കപ്പെട്ടിരിക്കുകയാ. സ്തോത്രം. ഇങ്ങനെ ലോകത്തിൽ നിന്നും ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് ഒരു ദൈവ പൈതൽ ഇനി എൻ്റെ ഭാഷയിൽ കൂട്ടത്തിലുള്ളൊരു വ്യക്തിയോട് പറഞ്ഞാലും പറയും, നീ ഭോഷനാന്ന് പറയും, നീ മൂടനാന്ന് പറയും. അങ്ങനെയെങ്കിൽ സ്തോത്രം, നാം ഒരുമിച്ച് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് ആത്മാവിൻ്റെ നിറവിൽ എഴുതി വെച്ചിരിക്കുക, ഞാൻ ലോകത്തിൽ നിന്നും എന്ത് ചെയ്യുന്നില്ല, ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുക. എനിക്ക് സ്തോത്രം അഭിമാനിക്കുവാനൊന്നും ഉണ്ടെങ്കിൽ ലോകത്തെയും എന്നെയും വേർതിരിച്ച ഒരു വേർപെട്ടവനാക്കിയ സ്തോത്രം മധ്യസ്ഥനായ എൻ്റെ യേശുവിൽ മാത്രമാ എനിക്ക് പ്രശംസിക്കുവാനുള്ളത്. ഒരു കാലത്ത് സ്തോത്രം തിന്മ നിറഞ്ഞ ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ പെട്ടവനായിരുന്നു ഞാൻ. എന്നാൽ അതിൽ നിന്നും എന്നെ വേർതിരിച്ച് വിശുദ്ധിയുടെ പദവിയിൽ എന്നെ ഇരുത്തിയ സ്തോത്ര കാൽവറിയിലെ ഒരു ക്രൂശുണ്ട്. ഞാൻ പ്രശംസിക്കുന്നുവെങ്കിൽ ആ ക്രൂശിൽ മാത്രം പ്രശംസിക്കും. സ്തോത്രം. അതുകൊണ്ട് എൻ്റെ പ്രശംസ എന്ന് പറയുന്നത് എന്നെയും ലോകത്തെയും വേർതിരിച്ച ആ കാൽവറി ക്രൂശിലാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, സ്തോത്രം, ഒരു ദൈവ പൈതലിന് ഏറ്റവും അധികം പ്രശംസിക്കുവാനുള്ള ഒരിടം അത് കർത്താവിൻ്റെ ക്രൂശ് മാത്രമാണ്. സ്തോത്രം. കാരണം അത് ലോകത്തെയും നമ്മയും തമ്മിൽ വേർതിരിച്ചിരിക്കുകയാണ്. സ്തോത്രം. നമുക്കൊരു പുതിയ പൗരത്വം നൽകി തന്നത് സ്തോത്രം അത് ഈ ലോകം കൊണ്ട് അവസാനിക്കുന്ന പൗരത്വമല്ല, നിത്യമായ ഒരു പൗരത്വം തൻ്റെ ജനത്തിന് നൽകി തന്ന കാൽവറി ക്രൂശിൽ പ്രശംസിക്കുവാൻ ഇന്ന് പകലും നമുക്ക് കഴിയണമെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ആമേൻ. അടുത്ത വാക്യം കൂടെ വേഗത്തിൽ പറഞ്ഞ് ഞാൻ നിർത്താം. അടുത്തത് പറയുക, സ്തോത്ര, പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടിയത്രേ കാര്യം. സ്തോത്രം. രണ്ട് തരത്തിലുള്ള വിശ്വാസികളും അവിശ്വാസികളും, പരിച്ഛേദനക്കാരും അഗ്രചർമ്മക്കാരും, രണ്ട് കൂട്ടർ നിൽക്കുമ്പോൾ
അപ്പോസ്തലനായ പൗലോസ് പറയാം, അതിലൊന്നുമല്ല ഒരു പ്രാധാന്യമുള്ളതെന്നുള്ളത്. സ്തോത്രം. നീ പരിച്ഛേദനക്കാരനായിക്കോട്ടെ, നീ അഗ്രചർമ്മിയായിക്കോട്ടെ, ആരായാലും, നീ വിശ്വാസിയായിക്കോട്ടെ അവിശ്വാസിയായിക്കോട്ടെ, എന്ന് സ്തോത്രം വളരെ വ്യക്തമായി പൗലോസ് പറയുന്നത് ഒരു പുതിയ സൃഷ്ടിയാകുക. സ്തോത്രം. അതാ വചനം പറയുന്ന, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി. ഞാനെപ്പോഴും പറയും, രക്ഷിക്കപ്പെടുവാണെങ്കിൽ സക്കായിയെ പോലെ രക്ഷിക്കപ്പെടണം. കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് സക്കായി പറയുന്നൊരു കാര്യമുണ്ട്. തൻ്റെ ജീവിതത്തിൽ യഥാർത്ഥമായൊരു മാനസാന്തരം അരുമനാഥനെ കണ്ടപ്പോൾ തനിക്ക് ഉണ്ടായപ്പോൾ സക്കായി പറയുക, ഞാൻ വസ്തുവകയിൽ പാതി ദരിദ്രർക്ക് കൊടുക്കാനായിട്ട്, അവിടെ എഴുതിയിരിക്കുന്ന കൊടുക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത്, ദരിദ്രർക്ക് ഞാൻ കൊടുക്കുകയാണ്. 4 മടങ്ങ് വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ 4 മടങ്ങ് കൊടുക്കുന്നുണ്ട്. ന്യായപ്രമാണ സംഖ്യാപുസ്തകം അതിൻ്റെ 5-ാം അധ്യായം 5-7 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ചതിവായി വാങ്ങിയതിൽ നിന്ന് 5-1 കൂടി പകരം നൽകണമെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ ന്യായപ്രമാണത്തെ സ്തോത്രം അനുശാസിക്കുന്നതിലും കൂടുതൽ അമ്മ കൊടുക്കുവാൻ സക്കായി തയ്യാറാകുക. അവിടെ പറയുക, സ്തോത്രം, ന്യായപ്രമാണം ഇങ്ങനെ അനുശാസിക്കുന്നത്, പക്ഷേ യേശുവരെ കണ്ടപ്പോൾ മുതൽ എൻ്റെ ജീവിതത്തിലുണ്ടായ മാനസാന്തരം നിമിത്തം ഞാൻ 4 മടങ്ങ് കൊടുക്കുകയാണ്. ഇതല്ലേ പ്രിയപ്പെട്ടവരെ യഥാർത്ഥമായ ഒരു മാനസാന്തരം എന്ന് പറയുന്നത്. സ്തോത്രം. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ വളരെ വ്യക്തമായി പറയട്ടെ, സ്തോത്രം, നാം ഇവിടെ വായിക്കുക, പുതിയ സൃഷ്ടി എന്ന പദപ്രയോഗം. സ്തോത്രം. ഒരു ആത്മാവിലായിരിക്കുന്ന ആത്മാവിൽ ജനിച്ച, ആത്മാവിന്റെ നിയന്ത്രണത്തിന് വിധേയപ്പെട്ട ഒരു വ്യക്തി പുതിയ സൃഷ്ടിയാകുന്നുവെങ്കിൽ മാനസാന്തരത്തിന് ഒത്ത ഫലം പുറപ്പെടുവിക്കുന്നവനാകണം. സ്തോത്രം. ആത്മാവിനെ അനുസരിച്ചു നടക്കുന്ന ആത്മീകരായ നാം ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിച്ച് ആത്മാവിനെ അനുസരിച്ച് ജീവിച്ച് ക്രിസ്തുവിൻ്റെ ക്രൂശിൽ പ്രശംസിക്കുന്നവരാകണം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ നടച്ചാട്ടെ. ഇന്ന് പകൽ ആമേൻ. സ്തോത്രം. എനിക്കറിയാം വളരെ വ്യക്തമായി, വളരെ സാവകാശത്തിലായി ഈ വചനം ദൈവമക്കളോട് പറയാനായിട്ടിടയായതെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. എന്നാൽ ദൈവാത്മാവിൻ്റെ നിയോഗത്തിൽ ഈ വചനം നൽകി തരുമ്പോൾ, പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, ആമേൻ, ആത്മീകരായ നാം, ആത്മാവിൽ സഞ്ചരിക്കുന്നവരായ നാം, ആത്മാവിൻ്റെ നിയന്ത്രണത്തിന് വിധേയപ്പെട്ടവരായ നാം, സ്തോത്രം, ആത്മാവിൻ്റെ സ്തോത്രം ആ ഫലം പുറപ്പെടുവിക്കുന്നവരായി കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നവർ എന്ന് ജീവിക്കുന്ന നാം, സ്തോത്രം, എന്ന് പറയുന്നവരായ നാം, ഇന്ന് പകൽക്കാലം പ്രശംസിക്കുവാൻ ഒരിടമുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ ക്രൂശ് മാത്രമാണ്. ലോകത്തെയും നമ്മെയും വേർതിരിച്ച ആ ക്രൂശ്, സ്തോത്രം, നമ്മെ വേർപെടുത്തിയ ക്രൂശ്, വിശുദ്ധിയുടെ പദവിയിലേക്ക് നമ്മെ കൊണ്ടുവന്ന ക്രൂശ്, സ്തോത്രം, ആ ക്രൂശിൽ മാത്രം പ്രശംസിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. നാം ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടവരാ. നാം ജഡത്തെ അതിൻ്റെ സകല രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിച്ചവരാ. സ്തോത്രം. ലോകത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുവാൻ തക്കവണ്ണം, സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ മാത്രം നാം പ്രശംസിക്കുന്നതിൻ്റെ കാരണം ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട്. ആമേൻ. അതിൻ്റെ പരിണിത ഫലമാ പുതിയ സൃഷ്ടി. അതിൻ്റെ പരിണിത ഫലമാ പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞത്. സ്തോത്രം. നമ്മുടെ ജീവിതം ആത്മാവിൻ്റെ നിയന്ത്രണത്തിലായി, ആമേൻ, സ്തോത്രം, ആത്മനിയോഗത്തിന് വിധേയപ്പെട്ട് ജീവിച്ചാൽ അപ്പോസ്തലനായ പൗലോസിനെ പോലെ നമുക്കും പറയുവാൻ കഴിയും, അതെ, എനിക്ക് പ്രശംസിക്കുവാനൊരിടമുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ ക്രൂശ് മാത്രമാണ്. എന്നെ വീണ്ടെടുത്ത ആ ക്രൂശ് മാത്രമാണ്. എന്നെ നടത്തുന്ന ആ ക്രൂശ് മാത്രമാണ്. ആമേൻ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുക. കേൾക്കപ്പെട്ട വചനത്തിനു മുമ്പാകെ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. അവിടുത്തെ തിരുസാന്നിധ്യം അനുഭവിപ്പാൻ അവിടുത്തെ ഇടയാക്കുന്നത് കൊണ്ട് സ്തോത്രം. അവിടുത്തെ ക്രൂശിൽ മാത്രം പ്രശംസിപ്പാൻ അവിടുന്ന് ഞങ്ങളെ ഇടയാക്കുമാറാകണമേ. ആത്മീകരായ ഞങ്ങൾ കർത്താവെ ആത്മാവിന് വിധേയപ്പെട്ട് ആത്മാവിൻ്റെ നിയന്ത്രണത്തിലായിരിക്കാൻ കർത്താവ് സഹായിക്കണമേ. കരങ്ങളിലേക്ക് സമർപ്പിച്ചു തരുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.